ഗൈസ്, മമ്മൂക്ക പ്രതിനായക വേഷത്തിൽ വന്നിട്ടുള്ള ജിതിൻ കെ ജോസ് ഡയറക്ട് ചെയ്തിട്ടുള്ള കളങ്കാവൽ കണ്ടു. മമ്മൂക്കയുടെ ഗംഭീരമായിട്ടുള്ള പെർഫോമൻസ്. ഗംഭീരം എന്ന് വെച്ചാൽ അതിഗംഭീരം. ഈ മമ്മൂക്കയുടെ ഒരു വലിയ സ്പെഷ്യാലിറ്റി എന്താന്ന് വെച്ചാല് പുള്ളിക്കാരൻ വല്ലപ്പോഴൊക്കെ നെഗറ്റീവ് കഥാപാത്രങ്ങളൊക്കെ ചെയ്യുള്ളൂ. പക്ഷെ ചെയ്തു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. അത് ഏതറ്റം വരേക്കും പോയിട്ട് ആ കഥാപാത്രമായിട്ട് അങ്ങ് തകർത്ത് നമ്മളെ ഞെട്ടിപ്പിക്കും. ഇപ്പൊ പുള്ളിക്കാരൻ ചെയ്ത മുന്നറിയിപ്പാണെങ്കിലും അല്ലെങ്കിൽ പുഴുവാണെങ്കിലും ഭ്രമയുഗം, പാലേരി മാണിക്യം, കൂടെ എവിടെ തുടങ്ങിയിട്ട് ഏത് സിനിമ എടുത്താലും ഇതാണ് അവസ്ഥ. പണ്ട് ഈ മമ്മൂക്ക നായകനല്ല വില്ലനായിട്ട് വന്നിട്ടുള്ള സിനിമയായിരുന്നു നമ്മുടെ അടൂർ ഗോപാലകൃഷ്ണൻ ചെയ്തിട്ടുള്ള വിധേയൻ. ആ സിനിമയ്ക്കകത്തുള്ള ഭാസ്കര പട്ടേലർ എന്ന് പറയുന്ന കഥാപാത്രം ഒരു മനുഷ്യന്റെ ഏറ്റവും മോശം വശങ്ങളെല്ലാം ഉള്ള ഒരു കഥാപാത്രമാണ്. അപ്പൊ അതിനകത്ത് മമ്മൂക്ക ഇതേപോലെ ഗംഭീരമായിട്ട് പെർഫോം ചെയ്തു. അന്ന് ആ സിനിമ കണ്ട കുറെ പേര് മമ്മൂക്കയെ പ്രശംസിക്കുന്നു, നല്ല നല്ല അഭിപ്രായങ്ങൾ പറയുന്നു. അങ്ങനെ ഒരു ദിവസം ആ സിനിമ ന്യൂയോർക്കിൽ വെച്ച് അവിടെ ഒരു ഷോ ഉണ്ടായിരുന്നു. ആ ഷോ കണ്ട ഒരു നിരൂപക, ഒരു ലേഡി ആയിരുന്നു. പുള്ളിക്കാരി അതിനകത്തുള്ള ഭാസ്കര പട്ടേലർ എന്ന് പറയുന്ന മമ്മൂക്കയുടെ ക്യാരക്ടറിനെ പറ്റി ഒരു അഭിപ്രായം പറഞ്ഞു. ഭാസ്കര പട്ടേലർ കണ്ടു കഴിഞ്ഞാല് ഹിറ്റ്ലറെ പോലെയാണെന്നാണ് പുള്ളിക്കാരി അഭിപ്രായം പറഞ്ഞത്. അപ്പൊ അതൊരു മികച്ച അഭിപ്രായമാണ്. അതായത് മുഖം കൊണ്ട് രൂപസാദൃശ്യം അല്ല അവർ പറയുന്നത്. ആ കഥാപാത്രത്തിന്റെ ഒരു ഇന്റൻസിറ്റി എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, അതിന്റെ ഡെപ്ത് ഉണ്ടല്ലോ, അതിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ശരിക്കും ആ ഒരു പറയുന്ന ഒരു അഭിപ്രായം അല്ലെങ്കിൽ ആ ഒരു പ്രശംസ എന്ന് പറയുന്നത് കിട്ടുന്നത് മമ്മൂട്ടി എന്ന് പറയുന്ന വ്യക്തിക്കാണ്. കാരണം അദ്ദേഹത്തിന്റെ ഒരു കഴിവ് കൊണ്ട്, അദ്ദേഹത്തിന്റെ ഇന്റലിജൻസ് കൊണ്ടാണ് ആ കഥാപാത്രം ആ രീതിക്ക് ഹിറ്റ്ലറുമായിട്ട് ഇവർക്ക് സാമ്യം തോന്നുന്ന രീതിയിലേക്ക് മാറിയിട്ടുള്ളത്. അപ്പൊ അത്രയ്ക്ക് ഒരു കഥാപാത്രത്തിന്റെ പൈശാചികമായിട്ടുള്ള, നിഷ്ഠൂരമായിട്ടുള്ള, ക്രൂരമായിട്ടുള്ള ഭാവങ്ങളൊക്കെ കാണിക്കാൻ പറ്റിയിട്ടുള്ള ആർട്ടിസ്റ്റ് ആണ് മമ്മൂക്ക എന്നൊക്കെ പണ്ടേ തെളിയിച്ചു കഴിഞ്ഞതാണ്. അപ്പൊ ആ മമ്മൂക്ക ഈ പ്രാവശ്യം ഒരു സീരിയൽ കില്ലർ ആയിട്ട് വരുന്നു, ഒരു സൈക്കോ ആയിട്ട് വരുന്നു, സൈക്കോ പാത്തായിട്ട് അങ്ങനെ കിടന്ന് വിലസാണ് സിനിമയ്ക്കകത്ത്. ഒരു രക്ഷയില്ല. ഈ സിനിമയിൽ ഏറ്റവും ബ്രില്യന്റ് ആയിട്ട് മമ്മൂക്ക ചെയ്ത കാര്യം അത് തന്നെയാണ്. ആ കഥാപാത്രത്തെ മമ്മൂക്ക ഇങ്ങോട്ട് എടുത്തു. രണ്ട് ഓപ്ഷൻ ഉണ്ടായിരുന്നു, ഒന്നെങ്കിൽ നായകനാവാം അല്ലെങ്കിൽ വില്ലനാവാം. അപ്പൊ മമ്മൂക്കയെ പോലുള്ള ഒരാൾക്ക് വേണമെങ്കിൽ നായകനായി തന്നെ തുടരാമായിരുന്നു. പക്ഷെ വളരെ ബ്രില്യന്റ് ആയിട്ട് മമ്മൂക്ക എന്ത് ചെയ്യാണ്, എനിക്ക് വില്ലൻ വേഷം മതി എന്ന് പറഞ്ഞത് എടുത്തതോടുകൂടി വളരെ നോർമലായി പോവേണ്ട ഒരു സിനിമ ഒരു യുണീക് സാധനമായിട്ട് മാറി. ഇത് മമ്മൂക്ക ഈ വില്ലൻ കഥാപാത്രം ചെയ്തത് കൊണ്ടാണ് ഈ സിനിമ ഒരു യുണീക്ക് ആയിട്ട് മാറുന്നത്. ഇല്ലെങ്കിൽ സാധാരണ സിനിമയാവും. ഇപ്പം ഓപ്പോസിറ്റ് വിനായകനാണ് വില്ലൻ കഥാപാത്രം എങ്കിൽ മമ്മൂക്ക ഇതേപോലെ മമ്മൂക്ക എന്ന് പറയുന്ന നായകൻ കഴിവൊക്കെ ഉപയോഗിച്ച് ആ ഒരു കഥാപാത്രത്തെ വില്ലനെ കണ്ടെത്തുന്നു, പിടിക്കുന്നു എന്ന് പറയുമ്പോൾ അതിനകത്ത് പ്രത്യേകിച്ച് ഒന്നും വരില്ല. പക്ഷേ ഈ കഥാപാത്രം ഇവിടെ മമ്മൂക്ക ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ വില്ലൻ കഥാപാത്രത്തില് മമ്മൂക്കയുടെ അഭിനയം കണ്ടിങ്ങനെ അതിശയിച്ച് കോരിത്തരിച്ച് നിൽക്കുന്ന അവസ്ഥയില്ലേ, അതാണ് ഇതിനകത്ത് ത്രൂ ഔട്ട് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഇതിനകത്ത് മമ്മൂട്ടി എന്ന് പറയുന്ന ആ ഒരു നടനെ കാണാനില്ല, മറിച്ച് ഒരു സൈക്കോ ആയിട്ടുള്ള ഒരു വ്യക്തിയെ മാത്രമാണ് അതിനകത്ത് കാണാൻ പറ്റുന്നത്. ആ നായക കഥാപാത്രത്തെ മാത്രമാണ് കാണാൻ പറ്റുന്നത്. അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത്. പിന്നെ സിനിമയിലേക്ക് വരികയാണെങ്കിൽ എനിക്കിപ്പോ പ്രത്യേകിച്ച് അഭിപ്രായത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ സിനിമയുടെ കഥാകാര്യങ്ങളിൽ എനിക്ക് സത്യം പറയാലോ, എനിക്ക് പ്രത്യേകിച്ച് ഒന്നും ഫീൽ ചെയ്തിട്ടില്ല. അതായത് ഇത് നമ്മുടെ യൂട്യൂബിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് കാണാൻ പറ്റുന്ന ഒരു സംഭവമാണ് സയനൈഡ് മോഹന്റെ കഥ. അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇവിടെ സിനിമ വന്നിട്ടുള്ളത്. അപ്പൊ സയനൈഡ് മോഹന്റെ ജീവിതം, അതുമായിട്ട് ബന്ധപ്പെട്ട കഥയൊക്കെ നമ്മൾ കേട്ട സംഭവങ്ങൾ വെക്കുമ്പോൾ ഞാൻ കേട്ടിട്ടുള്ളത് നമ്മുടെ യൂട്യൂബില് ഏഷ്യാനെറ്റ് ന്യൂസിൽ വല്ലാത്തൊരു കഥ എന്ന് പറയുന്ന പരിപാടിക്കകത്താണ് സയനൈഡ് മോഹന്റെ കഥ കേട്ടത്. അപ്പൊ അതിനകത്ത് അരമണിക്കൂർ കഥ വിവരിക്കുന്ന ഒരു രീതിയുണ്ട്. ഭയങ്കര രസമാണ് ആ കഥ വിവരിക്കുന്ന രീതി കേൾക്കാന്. ആ ഒരു ഫീലൊന്നും എനിക്ക് ഈ സിനിമ കണ്ടിട്ട് കിട്ടിയിട്ടില്ല. എനിക്ക് തോന്നുന്നു അരമണിക്കൂർ കൊണ്ട് ഗംഭീരമായിട്ട് ആ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ ആ ചെറിയ പ്രോഗ്രാമിന് പറ്റിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഈ സിനിമ കാണുമ്പോൾ എന്തുകൊണ്ടും ആ ഒരു ഫീലിലേക്ക് വരുന്നില്ല. പിന്നെ സയനൈഡ് മോഹന്റെ റിയൽ സ്റ്റോറിയുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇത് സിനിമാറ്റിക് ആവുന്ന സമയത്ത് സിനിമാറ്റിക് ആക്കാൻ വേണ്ടിയിട്ട് കുറെ മാറ്റങ്ങൾ വരുത്തി. പക്ഷെ ആ മാറ്റങ്ങൾ വരുത്തിയെങ്കിൽ കൂടിയും എനിക്ക് ആ ഒരു സിനിമാറ്റിക് വേർഷൻ കാണുന്ന സമയത്ത് എനിക്ക് ചിരി വരുന്നുണ്ടായിരുന്നു. കാരണം ഇതിനു മുൻപേ തന്നെ നമ്മുടെ ടൈഗർ സിനിമയിൽ സുരേഷ് ഗോപിയുടെ മൂവിക്കകത്തൊക്കെ ഇതിനകത്തുള്ള പല സാധനങ്ങളും വന്നതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയിട്ടില്ല. ഒരു ഏച്ച് കെട്ടിയ ഫീലൊക്കെ വന്നിരുന്നു. പിന്നെ ഫസ്റ്റ് ഹാഫ് മൊത്തം സയനൈഡ് മോഹന്റെ റിയൽ സ്റ്റോറിയുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ പോവാണ്. സെക്കൻഡ് ഹാഫിലേക്ക് എത്തുന്നു. അവിടുന്ന് അങ്ങോട്ടാണ് കഥ ഗംഭീരമായിട്ട് പോകുന്നത്. ആ സെക്കൻഡ് ഹാഫ് തൊട്ട് വേറൊരു ട്രാക്കിലേക്ക് കയറി രസകരമായിട്ട് കഥ പോകുന്നുണ്ടായിരുന്നു. എന്നാൽ കൂടിയും എനിക്ക് പറയുന്ന ആ ഒരു റിയൽ സ്റ്റോറിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എനിക്കോട്ട് ഓക്കെ ആയിട്ട് ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ നമ്മുടെ വിനായകനാണ് ഇതിനകത്ത് മറ്റൊരു പെർഫോമൻസിന്റെ കാര്യം പറയേണ്ടത്. നായക വേഷം ചെയ്തിട്ടുള്ള വിനായകന്റെ പെർഫോമൻസ്, സീരിയസ്ലി എനിക്ക് ഇതിനകത്ത് വിനായകന്റെ പെർഫോമൻസ് ഒന്നും തോന്നിയില്ല കണ്ടിട്ട്. അതായത് ഇങ്ങനെയാണോ അഭിനയിക്കേണ്ടത്, ഇത് എന്ത് അഭിനയമാണെന്ന് പറയുന്നൊരു അവസ്ഥയുണ്ട്. തൊട്ട് മുൻപ് കുറച്ചു കാലം മുമ്പ്, സിനിമയുടെ പേര് എനിക്ക് ഓർമ്മയില്ല, വിനായകനും നമ്മുടെ സുരാജ് വഞ്ഞാറമൂട് രണ്ടുപേരും ചേർന്നിട്ടൊരു സിനിമ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത്
ഒരു ഈഗോ ക്ലാഷ് ഒക്കെ കാണിക്കുന്നുണ്ട്. അപ്പൊ അതിനകത്ത് വിനായകൻ ഒരു മിലിറ്ററിക്കാരനൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ അതിനകത്ത് വിനായകന്റെ ഒരു ബോഡി ലാംഗ്വേജ് ഒക്കെ ഉണ്ട്. അതേ സംഭവമാണ് എനിക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. പിന്നെ തുടക്കം തൊട്ട് അവസാനം വരെ നോക്കുകയാണെങ്കിൽ ഒരു മോണോടോൺ ആക്ടിംഗ് ആണ് കാണാൻ പറ്റുന്നത്. ഒരേ ഭാവം ഒരേ രീതി എന്ന് പറയുന്ന സംഭവം. അപ്പൊ അതിനകത്ത് വിനായകൻ സ്വന്തം മക്കളെ കളിപ്പിക്കുന്ന സംഭവം പോലും ഉണ്ട്. അതിനകത്ത് പോലും ഒരു വികാരമില്ലാത്ത രീതിക്ക് ഒറ്റ ലെവലിൽ ഇങ്ങനെ പോകുന്ന പെർഫോമൻസ് ഉണ്ടായിരിക്കുമല്ലോ, അത് മാത്രമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. സോ വിനായകന്റെ പെർഫോമൻസ് പേഴ്സണലി എനിക്ക് ഒട്ടും ഓക്കെ ആയിട്ട് തോന്നിയിട്ടില്ല. സിനിമയ്ക്കകത്ത് ഇതൊരു ഇൻവെസ്റ്റിഗേഷൻ മൂവി ആണെങ്കിൽ കൂടിയും വളരെ ലൗഡ് ആയിട്ടുള്ള രീതിക്കൊന്നല്ല ഇവര് സിനിമ കൊണ്ടുവച്ചിരിക്കുന്നത്. വളരെ ഒരു പതിഞ്ഞ താളത്തിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണെന്നല്ലാണ്ട് ആ ലൗഡ് ആയിട്ടുള്ള രീതിക്കൊന്നും അവർ ശ്രമിച്ചിട്ടില്ല. പക്ഷെ എന്നാൽ കൂടിയും സെക്കൻഡ് ഹാഫ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് ഓക്കെ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം എനിക്ക് ഉറപ്പായിരുന്നു, ഈ സിനിമയുടെ ക്ലൈമാക്സ് എന്താ സംഭവിക്കാന്ന്. അതായത് മമ്മൂട്ടിയാണ് ഇവിടെ വില്ലൻ, പക്ഷെ മമ്മൂട്ടി എന്ന് പറയുന്ന മെഗാസ്റ്റാർ മമ്മൂട്ടിയാണ് ഇതിനകത്തുള്ളത്. കഥാപാത്രം വില്ലൻ ആവുന്ന സമയത്ത് മെഗാസ്റ്റാർ മമ്മൂട്ടിയാണല്ലോ നമ്മുടെ മുമ്പിലുള്ളത്. അപ്പൊ ഈ മമ്മൂക്ക വരുന്ന സമയത്ത് മമ്മൂക്കയുടെ കഥാപാത്രത്തിന് എന്താ സംഭവിക്കാന്ന് ഊഹിക്കാൻ പറ്റുന്ന കാര്യമുള്ളൂ. മമ്മൂക്കയെ എന്തായാലും കൊല്ലാൻ പറ്റില്ല, മമ്മൂക്കയെ ജയിലടയ്ക്കാൻ പറ്റില്ല. അപ്പൊ ഏറ്റവും ബ്രില്യന്റ് ആയിട്ട് മമ്മൂക്ക എന്ന് പറയുന്ന മെഗാസ്റ്റാറിനെ എന്ത് ചെയ്യാൻ പറ്റുമോ അതാണ് ഈ കഥാപാത്രത്തിലും ചെയ്തു വെച്ചെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ആ കഥാപാത്രത്തിൽ എവിടെയോ മെഗാസ്റ്റാറിനെ കൊണ്ടുപോയി ഫിക്സ് ചെയ്തു, ഒരു ഫോഴ്സ്ഫുള്ളി ചെയ്തു വെച്ചു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പൊ ആ ക്ലൈമാക്സും എന്റെ പ്രഡിക്ഷനിൽ നിൽക്കുന്ന ഒരു സംഭവമായിരുന്നു. ടെക്നിക്കൽ സൈഡിൽ എനിക്ക് എടുത്തു പറയാൻ തോന്നിയിട്ടുള്ളത് ജിതിൻ, ജിഷ്ണു, ശ്രീകുമാർ രണ്ടുപേരെ കുറിച്ചാണ്. രണ്ടുപേരാണ് റൈറ്റേഴ്സ് ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പം ഈ പറഞ്ഞ് നമ്മൾ കേട്ട ഒരു സയനൈഡ് മോഹന്റെ കഥയെടുത്ത് ഈ പറയുന്ന തമിഴ്നാട് കേരള ബോർഡറിലേക്ക് കൊണ്ടുവന്ന് ആ ഒരു സ്ഥലത്ത് കൊണ്ടുവച്ച് അത് സിനിമാറ്റിക് ആയിട്ട് കൊണ്ടുപോകുമ്പോൾ അതിൻ്റെതായിട്ടുള്ള രീതിക്ക് പറ്റാവുന്നിടത്തോളം അവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ ഈ പറഞ്ഞ പോലെ ടൈഗർ സിനിമയൊക്കെ കണ്ടതുകൊണ്ട് എനിക്കത് ഭയങ്കര പുതുമയൊന്നും തോന്നിയില്ലെങ്കിലും അവരുടെ ആ ഒരു അറ്റംപ്റ്റ് എന്ന് പറയുന്നത് മനോഹരമായിട്ടുള്ള കാര്യമാണ്. അതെനിക്ക് പേഴ്സണലി എനിക്ക് ഓക്കെ കുഴപ്പമില്ലാന്ന് തോന്നി. പക്ഷെ മൊത്തത്തിൽ സിനിമ നോക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞില്ലേ, സിനിമ എനിക്ക് ഒരു സംഭവമായിട്ട് ഫീൽ ചെയ്തിട്ടില്ല, ഭയങ്കര സംഭവം ഒന്നും തോന്നിയിട്ടില്ല. ഇതിനേക്കാൾ മനോഹരമായിട്ട് അപ്പുറത്ത് ഞാൻ യൂട്യൂബിലൊക്കെ കഥകൾ കേട്ട് കഴിഞ്ഞതാണ്. ആദ്യം എനിക്ക് എടുത്തു പറയാൻ തോന്നുന്ന ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് മമ്മൂക്കയുടെ പെർഫോമൻസ് ആണ്. അതിലൊട്ടും കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല. ഗംഭീരമായിട്ടുള്ള പെർഫോമൻസ് ആണ്. മമ്മൂക്കയുടെ കരിയറിലെ ഇതുവരെ ചെയ്ത വില്ലൻ വേഷങ്ങളിൽ എക്കാലത്തെയും മികച്ച വില്ലൻ വേഷങ്ങളിൽ ഒന്നായിട്ട് തന്നെ വെക്കാൻ പറ്റിയ ഒരു കഥാപാത്രമാണ് ഇതിനകത്തുള്ള ആ ഒരു സൈക്കോ കഥാപാത്രം.